ദ്വിവിധ മനസ്സിലാക്കലുകളുണ്ട്. നമ്മൾ ഈ ലിംഗവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോഴും ലൈംഗികമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ രണ്ട് കൂട്ടം ആളുകൾ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ആണായിരിക്കും, അല്ലെങ്കിൽ പെണ്ണായിരിക്കും. ഒന്നുകിൽ ഹെട്രോസെക്ഷൽ ആയിരിക്കും, അല്ലെങ്കിൽ ഹോമോസെക്ഷൽ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഹെട്രോസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണും പെണ്ണും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിനാണ് ഹെട്രോസെക്ഷൽ എന്ന് പറയുന്നത്. ഹോമോസെക്ഷൽ എന്ന് പറഞ്ഞാൽ ആണാണിനോടും പെണ്ണ് പെണ്ണിനോടുമുള്ള ലൈംഗിക ബന്ധത്തിനാണ് ഹോമോസെക്ഷൽ എന്ന് പറയുന്നത്. ഇന്ന് ഹോമോസെക്ഷൽസിന്റെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ഗേ സെക്സ്, അതുപോലെ ലെസ്ബിയൻ സെക്സ്, ബൈസെക്സ്വൽ, ഇതൊക്കെ നമ്മളുടെ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ്. LGBT Q എന്ന 5-6 വാക്കുകളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. LGBT Q, ഗേ ഉണ്ട്, ലെസ്ബിയൻ ഉണ്ട്, ഗേ ഉണ്ട്, ബൈസെക്സ്വൽ ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ ഉണ്ട്, ഈ ക്യൂർ എന്ന് പറയുന്ന വിഭാഗവുമുണ്ട്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ധാരാളം തിയറികൾ സോഷ്യോ പൊളിറ്റിക്കൽ മേഖലയിൽ, അതുപോലെ തന്നെ സോഷ്യൽ സയൻസിന്റെ മേഖലയിൽ ധാരാളം തിയറികൾ 1920-കൾക്ക് ശേഷം വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. അത് ഈ വീഡിയോ നിങ്ങൾ കേൾക്കുമ്പം നിങ്ങൾക്ക് കുറെ കൂടെ വ്യക്തമായി മനസ്സിലാക്കും. ക്യൂർ തിയറി എന്നാണ് ഈ തിയറിക്ക് പറയുന്ന പേര്. ക്യൂർ തിയറിയെ പറ്റി പരിശോധിക്കുമ്പോൾ ഏകദേശം 1990-ന്റെ ആദ്യ ഘട്ടങ്ങളിലാണ് ഈ ഒരു തിയറി രൂപപ്പെട്ട് വരുന്നത്. ഈ ഒരു തിയറിക്കകത്ത് ധാരാളം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അതിലൊന്ന് ജെൻഡർ സ്റ്റഡീസ് ആണ്. ജെൻഡർ സ്റ്റഡീസ്, സോഷ്യോളജി, ഫിലോസഫി, പോസ്റ്റ് സ്ട്രക്ചറലിസം, ഇതെല്ലാം ഈ തിയറിക്കകത്ത് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ക്യൂർ തിയറി, ക്യൂർ എന്ന വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് സ്ട്രെയിഞ്ച് എന്നാണ്. ക്യൂർ എന്ന വാക്കിന്റെ അർത്ഥം സ്ട്രെയിഞ്ച് ആണ്, അപരിചിതമായ എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ മുമ്പൊന്നും നമ്മൾ കേട്ടിട്ടില്ലാത്ത, മുമ്പൊന്നും നമ്മൾ പരിചയിച്ചിട്ടില്ലാത്ത, നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ, സാമൂഹിക പരിസ്ഥിതിയിൽ മുമ്പൊന്നും ഇല്ലാതിരുന്ന ഒരു പുതിയ അവസ്ഥ എന്ന് തന്നെയാണ് ക്യൂർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനാ നമ്മൾ ജെൻഡർ സ്റ്റഡീസ് ചർച്ച ചെയ്യുന്നുണ്ട്, ലൈംഗിക പഠനങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സാമൂഹിക ശാസ്ത്രം, സോഷ്യോളജി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, ഫിലോസഫി നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്, പോസ്റ്റ് സ്ട്രക്ചറലിസം നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. പോസ്റ്റ് സ്ട്രക്ചറലിസത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ സ്ട്രക്ചറലിസം എന്നൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു മുമ്പ്. എല്ലാ കാര്യങ്ങൾക്കും ഒരു ഘടനയുണ്ട് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് എല്ലാത്തിനും ഘടനയില്ല എന്ന ഒരു വാദം ഉണ്ടാവുകയും അത് പോസ്റ്റ് സ്ട്രക്ചറലിസം അല്ലെങ്കിൽ ഡീകൺസ്ട്രക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. എല്ലാത്തിനും ഒരു ഘടനയില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഒരു നായ എന്ന് പറയുന്നൊരു പേര് വരുമ്പോൾ എൻ്റെ മനസ്സിലെ നായ ഒരു പക്ഷെങ്കിൽ ഒരു വെള്ള നിറമുള്ള നായയായിരിക്കാം. എന്നാൽ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുടെ മനസ്സിലെ നായയ്ക്ക് ഒരു പക്ഷെങ്കിൽ ചാര കളറായിരിക്കാം. നായ എന്ന് പറയുമ്പോൾ എല്ലാ നായയും ഒരുപോലെ ഇരിക്കണമെന്നില്ല, ഒരേ കളറിൽ ഉണ്ടാവണമെന്നില്ല, ഒരേ ഇനത്തിൽ ഉണ്ടാവണമെന്നില്ല. ഇതിനെല്ലാം വ്യത്യാസമുണ്ട്. എന്ന് പറയുന്നത് പോലെ തന്നെ ഒന്നിനും ഒരു സ്ട്രക്ചർ ഇല്ല എന്ന വാദമാണ് പോസ്റ്റ് സ്ട്രക്ചറലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പരിചയമില്ലാത്ത ഒരു വാക്കായതുകൊണ്ടാണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ അതിന് ഉദാഹരണ സഹിതം അത് ഞാൻ പറഞ്ഞത്. ഈ ക്യൂർ തിയറി എന്താണ് ശരിക്കും ചെയ്യുന്നത്? തിയറികളെ നമ്മൾ പരിശോധിക്കുമ്പോൾ മുമ്പുണ്ടായിരുന്ന അനുഭവങ്ങൾക്ക് ബദലായി, അല്ലെ മുൻപുണ്ടായിരുന്ന മനസ്സിലാക്കലുകളെയും അനുഭവങ്ങളെയും ഖണ്ഡിച്ചുകൊണ്ടാണ് പുതിയ തിയറികൾ രൂപപ്പെട്ടിട്ടുള്ളത്. തന്നെയല്ല, പുതിയ തിയറികൾ പലതും തന്നെ പലതിനെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഈ ക്യൂർ തിയറിയെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് വെല്ലുവിളിക്കുന്നത് എന്തിനെയാണെന്ന് ചോദിച്ചാൽ പരമ്പരാഗതമായ മനസ്സിലാക്കലുകളെയാണ്. ട്രഡീഷണൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സെക്സ്, ജെൻഡർ ആൻഡ് സെക്സ്വാലിറ്റി, ലൈംഗികതയെക്കുറിച്ചും അതുപോലെ തന്നെ ജെൻഡർ, ലിംഗത്തെക്കുറിച്ചും സെക്സ്വാലിറ്റിയെ പറ്റിയും ഒക്കെയുള്ള പരമ്പരാഗതമായ മനസ്സിലാക്കലുകളെ, പരമ്പരാഗതമായ തിരുത്തപ്പെടാത്ത ചിന്തകളെയും അനുഭവങ്ങളെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ക്യൂർ തിയറി രൂപപ്പെട്ട് വരുന്നത്. അപ്പോൾ തന്നെ ഇവർ ചെയ്യുന്നൊരു കാര്യം, ടു സ്റ്റെബിലൈസ്
നോമേറ്റീവ് അസംഷൻ അബൌട്ട് ദീസ് കാറ്റഗറീസ്. നമ്മുടെ ഇടയിൽ സെക്സ്വാലിറ്റിയെ പറ്റിയുള്ള സാധാരണ മനസ്സിലാക്കലുകളും സാധാരണ ചിന്താഗതികളും ഒക്കെ ഉണ്ട്. അത്തരം സാധാരണ ചിന്താഗതികളെയും മനസ്സിലാക്കലുകളെയും ഒക്കെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക, അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ് ക്യൂർ തിയറി രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പം നമ്മൾ ക്യൂർ തിയറിയുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. ഒന്നാമതായിട്ട് ഇവർ വെല്ലുവിളിക്കുന്നത് ബൈനറി കാറ്റഗറീസിനെയാണ്. ദ്വിവിധ മനസ്സിലാക്കലുകളുണ്ട്. നമ്മൾ ഈ ലിംഗവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോഴും ലൈംഗികമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ രണ്ടു കൂട്ടം ആളുകൾ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ആണായിരിക്കും, അല്ലെങ്കിൽ പെണ്ണായിരിക്കും. ഒന്നുകിൽ ഹെട്രോസെക്ഷൽ ആയിരിക്കും, അല്ലെങ്കിൽ ഹോമോസെക്ഷൽ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഹെട്രോസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണും പെണ്ണും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിനാണ് ഹെട്രോസെക്ഷൽ എന്ന് പറയുന്നത്. ഹോമോസെക്ഷൽ എന്ന് പറഞ്ഞാൽ ആണാണിനോടും പെണ്ണിനോടുമുള്ള ലൈംഗിക ബന്ധത്തിനാണ് ഹോമോസെക്ഷൽ എന്ന് പറയുന്നത്. ഇന്ന് ഹോമോസെക്ഷൽസിൻ്റെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ഗേ സെക്സ്, അതുപോലെ ലെസ്ബിയൻ സെക്സ്, ബൈസെക്ഷൽ, ഇതൊക്കെ നമ്മളുടെ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ്. LGBTQ എന്ന 5-6 വാക്കുകളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. LGBTQ, ഗേ ഉണ്ട്, ലെസ്ബിയൻ ഉണ്ട്, ഗേ ഉണ്ട്, ബൈസെക്ഷൽ ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ ഉണ്ട്, ഈ ക്യൂർ എന്ന് പറയുന്ന വിഭാഗവുമുണ്ട്. ഈ രണ്ട് ദ്വിവിധ മനസ്സിലാക്കലുകൾ ഓൾറെഡി സമൂഹത്തിൽ സ്ഥിരപ്പെട്ടൊരാശയമാണ്. ആണും പെണ്ണും, ഹെട്രോസെക്ഷൽ, ഹോമോസെക്ഷൽ എന്ന് പറയുന്ന ഈ രണ്ട് മനസ്സിലാക്കലുകളേ ഉള്ളൂ. എന്നാൽ ഈ ക്യൂർ തിയറി ഉദ്ദേശിക്കുന്നത് അത് ലൈംഗികതയെ കാണുന്നത് അല്ലെങ്കിൽ സെക്സ്വാലിറ്റിയെ മനസ്സിലാക്കുന്നത് ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒന്നായിട്ടാണ്. അതായത് സെക്സ്വാലിറ്റി ഒരിക്കലും ഫിക്സഡ് അല്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പം സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള സെക്സ്വാലിറ്റി എന്ന് പറഞ്ഞാൽ സാമൂഹിക നിർമ്മിതി, ലൈംഗികതയെ സമൂഹം നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടുള്ള, ആണാണെങ്കിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യുള്ളൂ, പെണ്ണാണെങ്കിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യുള്ളൂ, ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യുള്ളൂ എന്ന് പറയുന്ന ആ ഒരു ഫിക്സഡ് കാറ്റഗറിയിലാണ് ഈ ലൈംഗികതയെ സാമൂഹികമായി നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ ക്യൂർ തിയറിസ്റ്റ് പറയുന്നത് സെക്സ്വാലിറ്റി ഈസ് ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത്. ഒരിക്കലും അത് ഫിക്സഡ് അല്ല, ഫ്ലൂയിഡ് ആണ്. ഒരുതരം ഒഴുകി നടക്കുന്ന അല്ലെങ്കിൽ അങ്ങോട്ടോ എങ്ങോട്ടോ ചാഞ്ഞു പോകാവുന്ന അനുഭവമായിട്ടാണ് അവർ സെക്സ്വാലിറ്റിയെ മനസ്സിലാക്കുന്നത്. ഇനി രണ്ടാമത് ഈ ക്യൂർ തിയറിസ്റ്റുകൾ പറയുന്നത് ഫ്ലൂയിഡിറ്റി ഓഫ് ഐഡന്റിറ്റിയാണ്. ഐഡന്റിറ്റിയുടെ വഴക്കം, അസ്തിത്വത്തിന്റെ വഴക്കവും നമുക്കതിനെ മലയാളത്തിൽ അർത്ഥമാക്കാൻ കഴിയും. ഇവിടെ ഒരു സ്റ്റാറ്റിക് ഐഡന്റിറ്റീസ് ഓൾറെഡി ഉണ്ട്. സ്റ്റാറ്റിക് ഐഡന്റിറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിലാണ് അല്ലെങ്കിൽ പെണ്ണെന്ന് പറയുന്ന ഒരു മനസ്സിലാക്കലുണ്ട്. എന്നാൽ ഇവിടെ ഈ ക്യൂർ തിയറിസ്റ്റുകൾ പറയുന്നത്, അവർ പറയുന്നൊരു കാര്യം, ജെൻഡർ ആൻഡ് സെക്ഷൽ ഐഡന്റിറ്റീസ് ആർ ഫ്ലൂയിഡ് ആൻഡ് ക്യാൻ ചേഞ്ച് ഓവർ ടൈം ഓർ ഇൻ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ സമയാസമയങ്ങളിൽ ഈ ലൈംഗികതയ്ക്ക് വ്യത്യാസം വരാം എന്നവർ പറയുന്നു. കോണ്ടെക്സ്റ്റ് അനുസരിച്ച്, സാഹചര്യങ്ങൾ അനുസരിച്ച് ലൈംഗികതയ്ക്ക് വ്യത്യാസം വരും എന്നവർ പറയുന്നു. അതുകൊണ്ട് തന്നെ അവർ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇറ്റ് എക്സ്പ്ലോസ് ദി ഐഡിയ ദാറ്റ് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റീസ് കനോട്ട് ബി ഫുള്ളി കണ്ടെയ്ൻഡ് വിത്ത് പ്രീഡിഫൈൻഡ് കാറ്റഗറീസ് ലൈക്ക് ലെസ്ബിയൻ, ഗേ, ബൈസെക്സ്വൽ. ഇതും അവർ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ മുൻകൂട്ടി ഒരാള് ഗേ ആണ്, ലെസ്ബിയൻ ആണ്, ബൈസെക്സ്വൽ ആണെന്ന് നമുക്ക് തറപ്പിച്ച് പറയാനും കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. അത് ലൈംഗികതയുടെ ഒരു ഫ്ലൂയിഡിറ്റിയുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. അത് ഏത് സമയത്ത് എങ്ങോട്ടും മാറാവുന്ന, എങ്ങോട്ടും ഏത് വശത്തേക്കും ചായാവുന്ന ഒരു കാര്യമായിട്ടാണ് അവർ ലൈംഗികതയെ കാണുന്നത്. ഒരാളിനെ നമ്മൾ ആണെന്ന് വിളിക്കുമ്പോൾ ഈ ആണ് നാളെ പെണ്ണായി മാറാം. ഒരു പെണ്ണിനെ നമ്മൾ പെണ്ണെന്ന് വിളിക്കുമ്പോൾ ഈ പെണ്ണ് നാളെ ആണായി മാറാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഈ തിയറി പ്രധാനമായിട്ട് അവതരിപ്പിച്ചത് ജുഡിത്ത് ബട്ട്ലർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആർഗ്യുമെന്റ് അനുസരിച്ച് ജെൻഡർ ഇറ്റ് സെൽഫ് ഈസ് പെർഫോമേറ്റീവ്. ജെൻഡർ എന്ന് പറയുന്നത് പ്രകടമാക്കേണ്ടുന്നതാണ്, അല്ലെങ്കിൽ ഒരാൾ പ്രകടമാക്കുന്നതാണ് ലൈംഗികത എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം അർത്ഥമാക്കുന്നത് ഒരു വ്യക്തി ചെയ്യുന്ന കാര്യമാണ് ലൈംഗികത. അയാൾ എന്താണോ അതല്ല ലൈംഗികത.
മറിച്ച് അയാൾ എന്ത് പെർഫോം ചെയ്യുന്നു അതാണ് സെക്സ്വാലിറ്റി എന്നാണ് ജുഡിത്ത് ബട്ട്ലർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജുഡിത്ത് ബട്ട്ലറിൻ്റെയൊക്കെ ആശയം ഈ സെക്സ്വാലിറ്റി ഈസ് പെർഫോമേറ്റീവ് എന്ന് പറയുമ്പോൾ ഇത് പെർഫോമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇൻഹറന്റ്ലി നൈസർഗികമായി ജന്മന ഒരാൾ അങ്ങനെയാണ് എന്ന് പറയുന്നതല്ല ലൈംഗികത. ആ വ്യക്തി ചെയ്യുന്നതെന്തോ, ചെയ്യുന്ന രീതി എന്തോ, അതാണ് ലൈംഗികത എന്നാണ് ജുഡിത്ത് ബട്ട്ലർ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ പറച്ചിൽ തന്നെ ഈ നിലനിൽക്കുന്ന ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ ജെൻഡർ ഐഡന്റിറ്റിയെ വെല്ലുവിളിക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. ജെൻഡർ ഐഡന്റിറ്റി, ലിംഗത്തെ കൃത്യമായി ലിംഗ അസ്തിത്വം ഇവിടുത്തെ സമൂഹം നിർമ്മിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നിർമ്മിച്ചു വച്ചിരിക്കുന്ന ലിംഗ അസ്തിത്വത്തെ കൃത്യമായി വെല്ലുവിളിക്കുകയാണ് ജുഡിത്ത് ബട്ട്ലർ ചെയ്യുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്യൂർ തിയറിയുമായി ബന്ധപ്പെട്ട് ഹെട്രോനോർമേറ്റിവിറ്റി ക്രിട്ടിക്. ഈ ഹെട്രോനോർമൽ എന്നൊരവസ്ഥയുണ്ട്. ആണിന് പെണ്ണ് വേണമെന്ന് പറയുന്നൊരവസ്ഥ, പെണ്ണിന് ആണ് വേണമെന്ന് പറയുന്ന ഹെട്രോസെക്സ്വലിന്റെ ഒരവസ്ഥ, അല്ലെങ്കിൽ ഗേ കപ്പിൾസ്, ലെസ്ബിയൻ കപ്പിൾസ്. അപ്പം അതിനെപ്പറ്റിയൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കാറുണ്ട്. ഇവിടെ ഇദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ക്യൂർ തിയറിസ്റ്റുകൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹെട്രോനോർമേറ്റിവിറ്റിയെ അവർ കൃത്യമായിട്ട് വിമർശിക്കുകയാണ്. അവർ പറയുന്നത് കൾച്ചറൽ ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചില ചില നിഗമനങ്ങളുണ്ട്. അത്തരം നിഗമനങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഹെട്രോസെക്സ്വാലിറ്റി എന്ന് പറയുന്നത് ഡീഫോൾട്ട് ആയിട്ടുള്ള കാര്യമാണ്. ആണും പെണ്ണും തമ്മിലുള്ള ലൈംഗികത എന്ന് പറയുന്നത് അത് ഡീഫോൾട്ട് ആയിട്ടുള്ള, അതാണ് സാധാരണ സംഗതി, അത് ഓൾറെഡി ഈ ഉള്ള ഒരു കാര്യമാണ് എന്ന് പൊതുവെ നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ധാരണകൾക്ക് എതിരെയാണ് ക്യൂർ തിയറി സംസാരിക്കുന്നത്. ഈ ഡിഫോൾട്ട് എന്ന് പറയുന്ന നോർമൽ സെക്ഷൽ ഓറിയന്റേഷനെതിരെയാണ് ഇവർ സംസാരിക്കുന്നത്. ക്യൂർ തിയറി പറയുന്നത് എന്താണ്? ഹൗ ദിസ് അസംഷൻ marginalizes and stigmatizes non-heterosexual സെക്സ്വാലിറ്റീസ്. അപ്പം ഇവിടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ആശയമുണ്ട്, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സാമൂഹിക മനസ്സിലാക്കലുണ്ട്. ഈ ഒരു പുരുഷൻ ഇങ്ങനെ പെരുമാറും, ഒരു സ്ത്രീ ഇങ്ങനെ പെരുമാറും, അതിനാണ് നമ്മൾ ഹെട്രോനോർമേറ്റിവിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഇവർ പറയുന്നൊരു കാര്യം, ഹെട്രോനോർമേറ്റിവിറ്റി എന്ന് പറയുന്ന കാര്യത്തെ ഇവർ കൃത്യമായിട്ട് വിമർശിക്കുകയാണ്. എന്തുകൊണ്ട് അവരതിനെ വിമർശിക്കുന്നതെന്ന് ചോദിച്ചാൽ, ക്യൂർ തിയറി പറയുന്നൊരു കാര്യം, ഇത്തരത്തിലുള്ള നമ്മുടെ മനസ്സിലാക്കൽ, ഒരാൺ ഇങ്ങനെ പെരുമാറും, ഒരു പെണ്ണിങ്ങനെ പെരുമാറും എന്നുള്ള നമ്മുടെ മനസ്സിലാക്കൽ കൊണ്ട് ഒരു കൂട്ടം നോൺ നോർമേറ്റീവ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ മാർജിനലൈസ് ചെയ്യുന്നു, ഒഴിവാക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നത്. ഒരാൺ ഇങ്ങനെ പെരുമാറും എന്ന് പറയുമ്പോൾ അത് ആ ആണ് പെണ്ണിനെ പോലെ പെരുമാറിയാൽ നമുക്ക് ഇഷ്ടമാകുന്നില്ല, നമ്മൾ അവരെ ഒഴിവാക്കുന്നു, അവർക്ക് വേറെ പേരിടുന്നു, അവരെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ മാർജിനലൈസ്ഡ് ചെയ്യപ്പെട്ടവർക്ക് വേണ്ടി, അങ്ങനെ ഒഴിവാക്കപ്പെട്ടവർക്ക് വേണ്ടി, അങ്ങനെ അകറ്റി നിർത്തപ്പെട്ടവർക്ക് വേണ്ടിയാണ് ക്യൂർ തിയറി സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ക്യൂർ തിയറി ചോദ്യം ചെയ്യുന്നൊരു കാര്യം, അത് ഈ സാമൂഹിക അന്തരീക്ഷത്തെയും അതുപോലെ തന്നെ രാഷ്ട്രീയ സംവിധാനത്തെയൊക്കെ അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് ഹെട്രോസെക്സ്വാലിറ്റി ആസ് നോർമേറ്റീവ് ആസ് ലോസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മീഡിയ റെപ്രസെൻറ്റേഷൻ. ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങളാണെങ്കിലും അതുപോലെ തന്നെ സംവിധാനങ്ങളാണെങ്കിലും നിയമങ്ങളാണെങ്കിലും എല്ലാം ഹെട്രോസെക്സ്വാലിറ്റിയെ നോർമേറ്റീവായിട്ടാണ് പരിഗണിക്കുന്നത്. അതിനെ ഇവർ ചോദ്യം ചെയ്യുന്നു. നിങ്ങൾ ശരിക്കും കേട്ടാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ, ഇത്തിരി പ്രയാസമാണ് മനസ്സിലാക്കാനായിട്ട്. ഹെട്രോനോർമേറ്റിവിറ്റി എന്ന് പറയുന്ന ആശയത്തെ വിമർശിക്കുകയാണ് ക്യൂർ തിയറിസ്റ്റ് ചെയ്യുന്നത്. ഹെട്രോനോർമേറ്റിവിറ്റി എന്ന് പറയുന്നത് നോർമലായിട്ടും ഫിക്സഡ് ആയിട്ടും സോഷ്യലി സാമൂഹികമായി നിർമ്മിക്കപ്പെട്ടതും അതുപോലെ തന്നെ നിയമപരമായി നിയമങ്ങളിലൂടെ സംവിധാനങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ ഒക്കെ കൃത്യമായി ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനെതിരെയാണ് ഇവർ സംസാരിക്കുന്നത്. കാരണം ഇവർ പറയുന്നൊരു കാര്യം, സെക്സ്വാലിറ്റി ഈസ് നോട്ട് ഫിക്സഡ്, റാദർ ഇറ്റ് ഈസ് ഫ്ലൂയിഡ് എന്ന് പറയുന്നൊരു കാര്യമാണ്. ഇറ്റ് ഈസ് പെർഫോമേറ്റീവ്. അതാണ് ജുഡിത്ത് ബട്ട്ലർ പറയുന്നത്. സെക്സ്വാലിറ്റി ഈസ് പെർഫോമേറ്റീവ്.
അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ജന്മന അല്ലെങ്കിൽ ഇൻഹറന്റ്ലി അവൻ എന്താണ് എന്ന് പറയുന്നതല്ല അവൻ്റെ സെക്ഷ്വാലിറ്റി, അവൻ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് അവൻ്റെ സെക്ഷ്വാലിറ്റി എന്നാണ് ജൂഡിത്ത് ബട്ട്ലർ പറയുന്നത്. നാലാമതായിട്ട് ഈ ക്യൂർ തിയറിയെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ നോംസിനെ ഡീകൺസ്ട്രക്ട് ചെയ്യുകയാണ്. നമ്മളുടെ ഇടയിൽ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന രീതികളെ അപനിർമ്മിക്കുകയാണ് ക്യൂർ തിയറിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ക്യൂർ തിയറിസ്റ്റ് അത് ചെയ്യുമ്പോൾ ഈ പോസ്റ്റ് സ്ട്രക്ചറലിസത്തിന്റെ വലിയൊരു ഒരു സ്വാധീനം അവർക്കുണ്ട്. പോസ്റ്റ് സ്ട്രക്ചറലിസം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഘടനയില്ലെന്ന് പറയുന്ന ഒരു കാര്യം. ദർ ഈസ് നോ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് പോസ്റ്റ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഘടനാവാദത്തിനെതിരെ സംസാരിക്കുന്ന ഈ പോസ്റ്റ് സ്ട്രക്ചറലിസം അല്ലെങ്കിൽ ഡീകൺസ്ട്രക്ഷൻ, അപനിർമ്മിതിയെ പറ്റി സംസാരിക്കുന്ന ആശയങ്ങൾ ഒരു പരിധിവരെ ക്യൂർ തിയറിസ്റ്റിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ മിഷേൽ ഫുക്കോ എന്ന് പറയുന്ന ഒരു ചിന്തകനുണ്ട്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൻ്റെ വാദങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവർ എക്സാമിൻ ചെയ്യുന്നത് സോഷ്യൽ നോംസ് അറൗണ്ട് സെക്സ്വാലിറ്റി ആർ കൺസ്ട്രക്റ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ്. അപ്പൊ ഈ സമൂഹത്തിൽ ഇന്ന് നിൽക്കുന്ന ഈ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യം ഓൾറെഡി സമൂഹം നിർമ്മിച്ചു വെച്ചിരിക്കുന്ന, സ്ഥിരപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ് എന്നിവർ പറയുകയും ക്യൂർ തിയറിസ്റ്റ് പറയുന്നത് നോൺ സറൗണ്ടിങ് സെക്സ്വാലിറ്റി ആൻഡ് ജെൻഡർ ആർ നോട്ട് നാച്ചുറൽ ഓർ ഇന്നെവിറ്റബിൾ. ക്യൂർ തിയറിസ്റ്റ് പറയുന്നത് ലൈംഗികതയുമായി ബന്ധപ്പെട്ട് സമൂഹം നിർമ്മിച്ചു വെച്ചിരിക്കുന്ന അവസ്ഥകളെല്ലാം തന്നെ നാച്ചുറൽ അല്ല, സ്വാഭാവികമല്ല, അങ്ങനെ നിർമ്മിച്ചു വെക്കേണ്ട ആവശ്യമില്ല എന്നവർ പറയുന്നുണ്ട്. ഇത് പിന്നെ എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ ത്രൂ സോഷ്യൽ പവർ സ്ട്രക്ചർ, സമൂഹത്തിലെ അധികാര കേന്ദ്രങ്ങളാണ് അതിന് അങ്ങനെ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ ഞാൻ ഒരു കാര്യം പറയാം. ഈ പുരുഷ മേധാവിത്വം ആണല്ലോ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. പുരുഷ മേധാവിത്വം നിലനിൽക്കുമ്പോൾ തന്നെ പുരുഷന്റെ ആധിപത്യം എപ്പോഴും ഉയർന്നു നിൽക്കേണ്ടതായിട്ടുണ്ട്. സ്ത്രീ എപ്പോഴും ഒരുപടി താഴെ നിൽക്കുന്ന, വീട്ടിലൊക്കെ ജോലി ചെയ്യുന്ന ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നുള്ള സിനിമ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാകും. വീട്ടിൽ ചമ്മന്തി അരയ്ക്കുകയും അല്ലെങ്കിൽ വീട്ടിൽ ഭർത്താവിനും അതുപോലെ തന്നെ അപ്പനും അമ്മയ്ക്കും ഒക്കെ ചായ ഇട്ട് കൊടുക്കുകയും പശുവിന് പുല്ല് വെട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരാൾ, അങ്ങനെ അത്തരം റോളുകൾ മാത്രം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് സ്ത്രീകളെ പരിമിതപ്പെടുത്തുന്ന ഒരു പുരുഷ മേധാവിത്വ സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. അത്തരം മേധാവിത്വ സംവിധാനങ്ങളാണ് ശരിക്കും പുരുഷൻ ഇങ്ങനെ പെരുമാറും, സ്ത്രീ ഇങ്ങനെ പെരുമാറും എന്നുള്ള സാമൂഹിക നിർമ്മിതിയുടെ പിന്നിൽ. കാരണം അവർ ശരിക്കും ഒരു പവർ സ്ട്രക്ചർ തന്നെയാണ്, അധികാര കേന്ദ്രങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്യൂർ തിയറിസ്റ്റ് ഇത്തരം നോംസിനെ, ഇത്തരം രീതികളെ അപനിർമ്മിക്കുകയും ഇത്തരം വിവിധ മനസ്സിലാക്കലുകളെ അപനിർമ്മിതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ അവർ ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ ക്യൂർ തിയറി എന്ന് പറയുന്നത് ക്രിട്ടിക് ഓഫ് ഒതന്റിസിറ്റി ഓഫ് സോഷ്യൽ ഐഡന്റിറ്റിയാണ്. സെക്സ്വൽ ഐഡന്റിറ്റി, ലൈംഗിക ഐഡന്റിറ്റിയുടെ ഒതന്റിസിറ്റിയെ, ആധികാരികതയെ ചോദ്യം ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. ക്യൂർ തിയറിസ്റ്റ് വെല്ലുവിളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരാളുടെ ലൈംഗികത എന്ന് പറയുന്നത്, ഒരാളുടെ ലൈംഗികത അല്ലെങ്കിൽ ലിംഗ അസ്തിത്വം എന്ന് പറയുന്നത് മസ്റ്റ് ബി ഒത്തന്റിക് ഓർ ട്രൂ ടു ബി വാലിഡ്. അതിനെതിരാണ് ഇവർ സംസാരിക്കുന്നത്. ഒരാളുടെ ജെൻഡർ ഐഡന്റിറ്റി, ഒരാളുടെ സെക്സ്വാലിറ്റി എന്ന് പറയുന്നത് അത് ഒതന്റിക് ആയിരിക്കണം, അത് ട്രൂ ആയിരിക്കണം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പൊ അതിനെ ഇവരെന്ത് ചെയ്യുകയാണ്, ആ ഒരു ആശയത്തെ ഇവരെന്ത് ചെയ്യുന്നു, ചലഞ്ച് ചെയ്യുകയാണ്, ആ ഒരു ആശയത്തെ ഇവർ വെല്ലുവിളിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് സത്യം അല്ലെങ്കിൽ ട്രൂ എന്ന് പറയുന്ന, ഫിക്സഡ് എന്ന് പറയുന്ന ചിന്തകളെല്ലാം ഇവർ കൃത്യമായിട്ട് വിമർശിക്കുകയാണ് ചെയ്യുന്നത്. ഒത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ടെങ്കിലും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്യൂർ തിയറിസ്റ്റിന്റെ മനസ്സിലാക്കലുകളും അവരുടെ വിവരണങ്ങളിൽ നിന്നും അവരുടെ പുസ്തകങ്ങളിൽ നിന്നൊക്കെ തിയറികളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർ സംസാരിക്കുന്നത് നോൺ നോർമേറ്റീവ് സെക്സ്വാലിറ്റിക്ക് വേണ്ടിയാണ്. നോർമേറ്റീവ് സെക്സ്വാലിറ്റി എന്ന് പറയുന്ന സമൂഹത്തിൽ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഒന്നാണ്. ബൈനറി സംവിധാനങ്ങളുണ്ട്, അപ്പം ഇത് ഇവിടെ ഉണ്ട്. അപ്പോൾ തന്നെ ഈ നോർമേറ്റീവ് അല്ലാത്ത നോൺ നോർമേറ്റീവ് സെക്സ്വൽ ഐഡന്റിറ്റീസ് ഉള്ള ആളുകളുണ്ട്. അവരെ ഒരു രീതിയിലും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവാക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവരെ സേഫ് ഗാർഡ് ചെയ്യേണ്ടതിനും
അവരുടെ ഒരു ഫ്യൂച്ചർ പ്രൊട്ടക്ഷനും വേണ്ടിയാണ് ക്യൂർ തിയറി നിലവിൽ വന്നിട്ടുള്ളത്. 1990-ലാണ് ഈ തിയറി വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 20 വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ. ഇതിന്റെ പ്രാധാന്യം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ ലൈംഗികതയുമായി ബന്ധപ്പെട്ടുള്ള മനസ്സിലാക്കലുകൾ നമുക്കുണ്ടാവേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മളുടെ സ്വാഭാവികമായ മനസ്സിലാക്കലുകൾക്ക് എതിരെയുള്ള ഒരു ചിന്താഗതിയും ഒക്കെ നമ്മുടെ ഇടയിലുണ്ട്. ചിന്താഗതി എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമല്ലാത്ത വഴികളും നമ്മൾ കാണുമ്പോൾ അതിനെ നമ്മൾ ഈ ഒരു ക്യൂർ തിയറിയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.